പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 15:19 തിരുവചനം പറയുന്നു, വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെ ആകും. നമ്മുടെ ജീവിതത്തിൽ നാവിനെ നിയന്ത്രിക്കുവാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നാം നമ്മുടെ വായിൽ എന്താണ് വരുന്നത് അതനുസരിച്ച് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നു, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. യാക്കോബ് 3:6 ആ തിരുവചനം നാം കാണുന്നത്. യാക്കോബ് 3:8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ നമ്മോട് പറയുന്നു, ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അതേ നാവുകൊണ്ട് തന്നെ നാം ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു. നാം പലപ്പോഴും മറ്റുള്ളവരെ ശപിച്ചും ചീത്ത വാക്കുകൾ പറഞ്ഞും പരദൂഷണത്തിലൂടെയും കുറ്റം വിധിയിലൂടെയും അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ഹൃദയങ്ങളിൽ ആഴത്തിലുള്ള മുറിവുകൾ നാം ഉണ്ടാക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:36 തിരുവചനം പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നാം സംസാരിക്കുന്ന ആ പദങ്ങൾ ദൈവം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിനെല്ലാം നാം വിധി ദിനത്തിൽ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മോട് പറയുന്നു. സങ്കീർത്തനങ്ങൾ 34:13 സങ്കീർത്തകൻ പറയുന്നത്, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ എന്നാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. അപ്പോൾ നല്ല ചിന്തകളും നല്ല മനോഭാവവുമാണ് നമുക്കെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് എപ്പോഴും നന്മയെ പുറത്തു വരികയുള്ളൂ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6:45 നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ചീത്ത മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഹൃദയത്തിൽ നന്മ ഉള്ളവർക്കാണ് നല്ലത് കാണുവാനും നല്ലത് പറയുവാനും സാധിക്കുന്നത്. നമ്മുടെ നാവുകൾ അനേകരെ ജീവനിലേക്ക് നയിക്കുന്നത് ആയിരിക്കണം. സുഭാഷിതങ്ങൾ 10:11 നീതിമാന്മാരുടെ അധരം ജീവൻ്റെ ഉറവയാണ്, അത് അനേകരെ പോഷിപ്പിക്കുന്നു. നല്ലത് കാണുവാനും നല്ലത് കേൾക്കുവാനുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരിൽ ഉള്ള നന്മകൾ കാണുവാനും അത് അവരോട് പറയുവാനും നമുക്ക് കഴിഞ്ഞാൽ, അതിനായി നാം പരിശ്രമിച്ചാൽ അനേകരെ ജീവനിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ സംസാര രീതി എപ്രകാരമാണെന്ന് നാം ആത്മശോധന ചെയ്യേണ്ടതാണ്. പരദൂഷണവും കുറ്റം വിധിയുമാണ് നാം നടത്തുന്നതെങ്കിൽ ഇതിനെല്ലാം ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. പ്രഭാഷകൻ 28:17 തിരുവചനം പറയുന്നുണ്ട്, ചാട്ട കൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. അപ്പോൾ പരദൂഷകരും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവരാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. കാരണം സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ പ്രഭാഷകൻ 28:25 പറയുന്നത് പോലെ വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കാം. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.